ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കാണുക, വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളൂ. പല സെലിബ്രിറ്റികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുന്നത്തെക്കാട്ടിലും ഇപ്പോഴത്തെ ചർമ്മം അവരുടെ വെട്ടിത്തിളങ്ങുന്നത്. അവർ അതിനുവേണ്ടി ചെയ്തേക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തോൺ ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ളവരാണ്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തുമാത്രം പൈസ ചെലവാക്കേണ്ടി വരും. അപ്പം നമ്മുടെ പോക്കറ്റ് കാലിയാകുന്നതാണ്. പ്രകൃതിദത്തമായ രീതിയിൽ നമുക്കും അവരെ പോലുള്ള ചർമ്മം നേടിയെടുക്കാൻ ഗ്ലൂട്ടാത്തോൺ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കാണുക, വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളൂ. എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് പോവുകയാണ്. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. പ്രകൃതിദത്തമായ രീതിയിൽ ഫുൾ ബോഡി സ്കിൻ നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്ലൂട്ടാത്തോൺ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്കിപ്പം അകത്തും കൂടി ചെന്നാൽ മാത്രമേ നമ്മുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ സാധിക്കുള്ളൂ. പുറമെ നമ്മൾ എന്തിട്ടാലും നമ്മൾ അകത്തും കൂടി ചെയ്യുക. പിന്നെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ടും കൂടി നോക്കുക. വ്യായാമം, നോർമൽ രീതിയിലെങ്കിലും വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല ടൈറ്റ് ആക്കാനും നല്ല സ്കിന്നിന് നല്ല യങ് ആക്കി നിർത്താനും നല്ല തിളക്കം വെക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. വ്യായാമം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറ്റേണ്ടതും കൂടിയാണ്. നമ്മുടെ സ്കിന്നിന്റെ നല്ല ഷെയ്ഡ് കൂട്ടാനൊക്കെ വ്യായാമത്തിൽ നിന്ന് സാധിക്കും. നമ്മൾ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് വിയർപ്പ് വരികയും നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അതുമൂലം നമ്മുടെ ഫുൾ സ്കിന്നും ഒക്കെ നിറം വെപ്പിക്കാനും ഒക്കെ സാധിക്കും. പിന്നെ കൂടാതെ തന്നെ ഞാൻ ഈ പറയുന്ന ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കാം. അതല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു വെള്ളം മാത്രമായിട്ട് കുടിക്കാം. അതല്ലെങ്കിൽ 2 നേരമായിട്ട് കുടിക്കാം. എങ്ങനെയാണ് ഇപ്പം നിങ്ങളിപ്പം ഡെയിലി മൊത്തമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ കൂടെ ഇപ്പം ഞാൻ തിളപ്പിച്ച് കാണിക്കുന്ന ആ ഒരു വെള്ളത്തിന്റെ തൊട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡെയിലി ഫുള്ളായിട്ട് കുടിക്കേണ്ടത്. അത് മാത്രമായിട്ട് കുടിക്കരുത്. ഇപ്പം രാവിലെ വെറും വയറ്റിലാണ് കുടിക്കുന്നതെങ്കിൽ ഇതിനകത്ത് വെള്ളം മിക്സ് ചെയ്യാതെ നമ്മൾ ആ തയ്യാറാക്കിയ രീതിയിലായിട്ട് കുടിക്കേണ്ടതാണ്, രാവിലെയും വൈകിട്ടുമായിട്ട്. അതല്ലാതെ രാവിലെ ഒരു ദിവസം മൊത്തമായി കുടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കുടിക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ഞാൻ പറയുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. ഇതൊരു ജ്യൂസ് അല്ല, ഇതൊരു വെള്ളമാണ്. ഇത് നിങ്ങൾ കുടിച്ച് നോക്ക്, നിങ്ങളുടെ ഫുൾ സ്കിൻ നിറം വെക്കുന്നത് കാണാം. വ്യായാമം മുടങ്ങരുത്. ചെറിയ രീതിയെങ്കിലും ഒന്ന് വ്യായാമം ചെയ്യുക, നടക്കുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പുഷപ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാനും കൂടിയൊക്കെ നോക്കുക. നല്ലതാണ്. നമുക്ക് വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാനും രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന ഈ വെള്ളം എല്ലാ കാര്യങ്ങളും വേണം. അതില്ല ഇതില്ല എന്ന് പറയരുത്. അതെല്ലാം കൂടി ചേർന്നാലേ നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച രീതിയിൽ സെലിബ്രിറ്റികളെ പോലെയുള്ള മാറ്റം നമുക്കും കൂടി വീണ്ടെടുക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞാൻ ആ ഒരു സംഭവം കാണിച്ചു തരാം. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണിക്കാം. അതിലേക്ക് പോകാം. ഫുൾ ബോഡി സ്കിൻ വൈറ്റനിങ് ആക്കാൻ സഹായിക്കുന്ന ആ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് വേണം. ബീട്രൂട്ടിനകത്ത് ആൻറ്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫുൾ സ്കിൻ നിറം വെക്കാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു ബീട്രൂട്ട് എടുത്തേക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്യാരറ്റ് ആണ്. അതും ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാണ്. ക്യാരറ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് AC, KB6, ബയോട്ടിൻ, പൊട്ടാസ്യം, ഫൈബർ തുടങ്ങിയ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ക്യാരറ്റ് എന്ന് പറയുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള കറുകപ്പട്ടയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അതും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇഞ്ചി, പ്രകൃതിദത്തമായ ഒരു ഒറ്റമൂലി തന്നെയാണ് നമ്മുടെ ഇഞ്ചി എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് വളരെ നല്ല റിസൾട്ട് നൽകാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഇഞ്ചിയിൽ നിന്ന്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി തിളപ്പിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി എടുക്കേണ്ടത് കറി വെക്കുന്നതാണ് എടുക്കേണ്ടത്, കസ്തൂരി മഞ്ഞൾപ്പൊടിയല്ല എടുക്കേണ്ടത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫുൾ സ്കിൻ നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെള്ളമാണ്. നമുക്ക് എടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. 2 കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് തിളപ്പിച്ചെടുത്തിട്ട് 1 കപ്പ് വെള്ളമാക്കി ഇത് മാറ്റും. അതാണ് നമ്മൾ കുടിക്കേണ്ടത്. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ച് എടുക്കണം.
തിളപ്പിച്ച് ആദ്യം ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് ബാക്കിയെല്ലാം തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് സത്തൊക്കെ നല്ല പോലെ ഇറങ്ങും. അങ്ങനെ നമ്മളിപ്പം 2 കപ്പ് വെള്ളം വെച്ചത് അതൊരു കപ്പായി കിട്ടും. ഇതേപോലെ ഒരു ബോട്ടിലിനകത്ത് നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ഡെയിലി നിങ്ങൾക്ക് ഇത് കുടിക്കാം. ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി വന്നതാണ് നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ വെള്ളം അങ്ങനെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് വെള്ളം വെച്ചത് 1 കപ്പായി കിട്ടിയത് കണ്ടോ. നിങ്ങൾക്ക് ആ ബാക്കിയുള്ളതെല്ലാം അരിച്ചു മാറ്റിയതിന് ശേഷം ആ ഒരു വെള്ളം മാത്രമായിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കുടിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഇടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ചിയ സീഡ് വേണം കേട്ടോ. അത് ഇടേണ്ടത് 1 ടേബിൾ സ്പൂണാണ് ചിയ സീഡ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ചിയ സീഡ് നമ്മുടെ സ്കിന്നിന് വളരെയധികം റിസൾട്ട് നൽകുന്നതാണ്. നമ്മൾ അത് ഉള്ളിലൂടെ ചെന്നിട്ട് നമ്മുടെ സ്കിന്നിന് ടൈറ്റ് ആക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന കരിവാളിപ്പ്, പിഗ്മെൻറ്റേഷൻ, ടാൻ എന്നിവയെല്ലാം തുടച്ചു മാറ്റാനും ഒക്കെ നമ്മുടെ ഈ ഒരു ചിയ സീഡിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല ചിയ സീഡ് കൊണ്ട് സാധിക്കുന്നത്, നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒക്കെ വളരെയധികം ഗുണം നൽകുന്നതാണ് നമ്മുടെ ചിയ സീഡിൽ നിന്ന്. ഇളം ചൂടോടുകൂടി കുടിക്കാം, അതല്ലെങ്കിൽ തണുത്തതിന് ശേഷമൊക്കെ കുടിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ഞാൻ കാണിക്കാം. ഞാൻ കുടിക്കുന്ന ആ ഒരു ഇത് കണ്ടോ. ഞാനിപ്പോൾ കുടിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാനൊരു വെള്ള കപ്പിലാണ് കുടിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് മൊത്തവും ഈ ഒരു കളർ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുൾ സ്കിന്നിന് എന്തുമാത്രം ഗുണം കിട്ടും എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കുക. എന്തിന് ഗ്ലൂട്ടാത്തോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പണം മുടക്കണ്ട. ഇതുപോലൊന്ന് നിങ്ങൾ കുടിച്ച് നോക്കൂ. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ സ്കിന്നിന് മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഇപ്പം ഹീമോഗ്ലോബിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിലും ഒക്കെ വളരെയധികം റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ഈ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ച് ഇങ്ങനെ കുടിച്ചിരിക്കും. ഇതിനകത്ത് കുറച്ച് വെള്ളത്തോടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ അതായത് നമ്മൾ വെറും വയറ്റി കുടിക്കുന്ന സമയത്ത് വെറും ഇത് വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കിയ ജ്യൂസ് ഇല്ലേ, ആ ഒരു വെള്ളം മാത്രമായിട്ട് കുടിക്കും. അടിപൊളി സംഭവമാണ്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടു നോക്ക്. അടിപൊളിയാണ്. നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ തന്നെ നാക്കൊക്കെ അങ്ങ് ചുമന്നിരിക്കും. നമുക്ക് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നാച്ചുറലാണ്, പ്രകൃതിദത്തമായ രീതിയിലാണ് നമ്മൾ സ്കിൻ നിറം വെപ്പിക്കാൻ നോക്കുന്നത്. എന്തായാലും ചെയ്തിട്ട് എന്നോട് റിസൾട്ട് വന്ന് നിങ്ങൾ പറയണേ. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്, വേറെ ഒക്കെ മാറ്റി വെക്ക്. ഇതൊന്ന് ചെയ്താൽ മതി. അടിപൊളി സംഭവമാണ്. കണ്ടല്ലോ ആ ഒരു വെള്ളം തയ്യാറാക്കുന്നതൊക്കെ. പിന്നെ ഗ്രീൻ സലാഡൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഇപ്പം ബ്രക്കോളി, ക്യാരറ്റ്, നമ്മുടെ കോളിഫ്ലവർ ഒക്കെ കഴിക്കാനൊക്കെ നോക്കുക. പിന്നെ പയർ മുളപ്പിച്ചത്, പിന്നെ കടല മുളപ്പിച്ചതൊക്കെ കഴിക്കുക. പിന്നെ വെള്ളം നല്ല പോലെ കുടിക്കുക. അതായത് വീര്യം കുറഞ്ഞ രീതിയിലുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുക. ഫുൾ ബോഡിക്കൊക്കെ നിങ്ങൾ പാക്കുകൾ മറ്റേ സ്ക്രബുകളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കാതെ നോർമൽ രീതിയിലുള്ള സ്ക്രബുകളൊക്കെ അതായത് ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്കിന്നിന് സ്ക്രാച്ച് വീഴാത്ത രീതിയിലുള്ള പാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ നോക്കുക. നമ്മൾ സ്കിന്നിനെ സ്നേഹിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സ്കിൻ റിസൾട്ട് ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്ക്. 100% നിങ്ങളുടെ ഫുൾ സ്കിൻ നിറം വെക്കാൻ സാധിക്കും. പ്രകൃതിദത്തമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എത്ര കാലം ചെന്നാലും നമ്മുടെ സ്കിന്നിൽ കിട്ടുന്ന ആ ഒരു നിറം തിരിച്ചു പോവുക പോലും ചെയ്യില്ല. അത് മുന്നോട്ട് ചെല്ലും തോറും ഇരട്ടി കൂടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.